വടക്കൻ ടെഹ്റാനിലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് നടന്ന സ്ഫോടനങ്ങൾ ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്ഫോടനങ്ങളുടെ തീവ്രതയിൽ സമീപത്തുണ്ടായിരുന്ന കാറുകൾ പോലും വായുവിലേക്ക് തെറിക്കുന്ന ദൃശ്യങ്ങൾ സംഭവത്തിന്റെ ഭീകരത വിളിച്ചോതുന്നുണ്ട്. റൈസിംഗ് ലയൺ എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നതെന്ന് പറയപ്പെടുന്നു. ഈ മാസം ആദ്യം ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം 12 ദിവസത്തെ തുടർച്ചയായ വ്യോമാക്രമണ പരമ്പരയുടെ ഭാഗമായാണ് ഈ പുതിയ സംഭവ വികാസങ്ങളുള്ളത്. ഇറാന്റെ ആണവായുധ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ആളിക്കത്തുന്ന ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. വടക്കൻ ടെഹ്റാനിലെ തിരക്കേറിയ ഒരു പ്രദേശത്ത് നടന്ന സ്ഫോടനങ്ങൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കും. യാത്രക്കാരുടെ കാറുകൾ പോലും വായുവിലേക്ക് തെറിച്ചുയരുന്നത് സ്ഫോടനത്തിന്റെ തീവ്രതയ്ക്ക് അടിവരയിടുന്നുണ്ട്. ഇത് സമീപ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആളപായം സംഭവിച്ചിട്ടുണ്ടാകാമെന്നും അനുമാനിക്കുന്നുണ്ട്. എന്നാൽ സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം, എത്ര പേർക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് തുടങ്ങിയ വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരം സ്ഫോടനങ്ങൾ സാധാരണയായി ബോംബാക്രമണമോ മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ ആകാം. ജനവാസ മേഖലയിൽ നടന്ന ഈ ആക്രമണം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാവുന്നുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടന്നതെന്നുള്ള വെളിപ്പെടുത്തൽ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സൈനിക നീക്കമാണെന്നതിന്റെ സൂചന നൽകുന്നു. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. ഈ മാസം ആദ്യം ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ഈ സ്ഫോടനങ്ങളെ കാണുന്നത്. ഇസ്രായേൽ തുടക്കമിട്ട 12 ദിവസത്തെ വ്യോമാക്രമണ പരമ്പരയുടെ ഭാഗമായി ഇറാനിൽ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇസ്രായേലിന്റെ പ്രധാന ആശങ്ക ഇറാന്റെ ആണവായുധ പദ്ധതിയാണ്. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി അമേരിക്കയും ഇസ്രായേലിന്റെ ഈ പ്രചാരണത്തിൽ പങ്കുചേർന്നിരുന്നു. ദീർഘകാലമായി പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന നിഴൽ യുദ്ധം ഇപ്പോൾ കൂടുതൽ തുറന്ന സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നതിന്റെ സൂചനയായാണ് ഈ സംഭവ വികാസങ്ങളെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം തങ്ങളുടെ സൈനിക ശേഷി തെളിയിക്കാനും എതിരാളിയെ സമ്മർദ്ദത്തിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ആവർത്തിച്ചു വാദിക്കുന്നു. വൈദ്യശാസ്ത്രം, കൃഷി, ഊർജ ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇറാൻ പറയുന്നു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ പാശ്ചാത്യ ശക്തികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ യുറേനിയം ഉൽപാദനത്തിനുള്ള ശേഷി ഇറാൻ നേടുന്നുണ്ടോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ സംശയിക്കുന്നു. ഈ ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാൻ തങ്ങളുടെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പാശ്ചാത്യ ശക്തികളുടെ സംശയം വർദ്ധിച്ചു. സ്ഫോടനങ്ങൾ ഉണ്ടായ സ്ഥലത്ത് ആണവ കേന്ദ്രങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ആണവ ശേഖരങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ ഇത്തരം നീക്കങ്ങൾ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ശ്രമിക്കുന്നതിന്റെ സൂചനയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി പൂർണ്ണമായി പങ്കുവയ്ക്കാൻ ഇറാൻ പലപ്പോഴും വിമുഖത കാണിച്ചിട്ടുണ്ട്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ദൃഢനിശ്ചയമാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് പല പാശ്ചാത്യ ശക്തികളും ആരോപിക്കുന്നു. ആഗോള സുരക്ഷയും വെല്ലുവിളികളും നമുക്കൊന്ന് നോക്കാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ മേഖലയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ വിപണിയെയും ഗുരുതരമായി ബാധിക്കും. ഇരു രാജ്യങ്ങളും ആണവ ശക്തികളായി മാറിയാൽ സ്ഥിതി കൂടുതൽ അപകടകരമാകും. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള ആഗോള സംഘർഷങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ലോകരാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. നയതന്ത്ര തലത്തിൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആണവ വ്യാപനം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ ശക്തിപ്പെടുത്തുകയും എല്ലാ രാജ്യങ്ങളും അവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരു നയതന്ത്രപരമായ പരിഹാരത്തിലൂടെയാണ് തീർക്കേണ്ടതെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറാനുമായുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഈ ദിശയിലുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരിക്കും. എന്നാൽ കരാറിലെ വ്യവസ്ഥയെക്കുറിച്ചുള്ള തർക്കങ്ങളും ഇരുപക്ഷങ്ങളും തമ്മിലുള്ള വിശ്വാസവും ഇതിനെ സങ്കീർണമാക്കുന്നു. വടക്കൻ ടെഹ്റാനിലെ സ്ഫോടനങ്ങളെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലും ഈ വിഷയത്തിൽ പ്രതികരണം ഒഴിവാക്കിയിരിക്കുകയാണ്. സാധാരണയായി ഇത്തരം ആക്രമണങ്ങളിൽ നേരിട്ടുള്ള ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാറില്ല. എങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷണത്തിലൂടെയും
തെളിവുകളുടെ അടിസ്ഥാനത്തിലും സംഭവങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടന്നേക്കും. ഈ സ്ഫോടനങ്ങൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. സൈനിക നടപടികൾ കൂടുതൽ ശക്തമാകുമോ അതോ നയതന്ത്ര ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാനും ആഗോളതലത്തിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻഗണന നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ സമാധാനപരമായി പരിഹരിക്കുകയും മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി.